വിചിന്തനം 2 മനുഷ്യത്വം വികസ്വരമാകുമ്പോൾ. ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ട് മൃഗങ്ങളാണല്ലോ കുതിരയും കഴുതയും. രണ്ടിന്റെയും സ്വഭാവം വളരെ വ്യത്യാസപ്പെട്ടതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ അത് നൽകുന്ന സന്ദേശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. കുതിര രാജകീയ പ്രൗഢത്വത്തിന്റെ പ്രതീകമായിട്ട് തല ഉയർത്തി ഇങ്ങനെ നിൽക്കും. പ്രതാപവും അന്തസ്സും ഒക്കെയുള്ള ഇതിന്റെ പ്രകടനമാണ് കുതിര. മറിച്ചാണ് കഴുതയുടെ നിലപാട്. അധ്വാനത്തിന്റെ, അവഗണനയുടെ, മണ്ടത്തരത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് കഴുത തലതാത്തി നിൽക്കും. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരിക്കൽ ഒരു കുതിരയും കഴുതയും തമ്മിൽ കണ്ടുമുട്ടി. കുതിര വളരെ ഗംഭീരത്തോടുകൂടി തന്നെ കഴുതയോട് ചോദിച്ചു, നീ എന്നെ അറിയില്ലേ? കഴുത തലതാത്തി നിൽക്കുക. കുതിരയുടെ ഭാവം, എന്നെ അറിയാത്തവരായിട്ട് ലോകത്തിൽ ആരുമില്ല എന്ന്, ആരും ഉണ്ടാകാൻ പാടില്ല എന്ന്. അതാണ് കുതിരയുടെ ഭാവവും ഗാംഭീര്യമായ നിൽപ്പും. കഴുതയ്ക്ക് ഒന്നും ഉത്തരവില്ല. കുതിര തന്നെ ഉത്തരം പറഞ്ഞു, ഞാനാണ് പ്രഗത്ഭനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിര. അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി നീ കേട്ടിട്ടില്ലേ? ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ വേണ്ടി പാഞ്ഞു നടന്ന അലക്സാണ്ടർ ചക്രവർത്തി. എന്റെ പുറത്ത് കയറിയിട്ടാണ് ലോകം കെട്ടിപ്പിടിക്കാൻ അലക്സാണ്ടറിന് സാധിച്ചത്. അങ്ങനെ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഇടവന്ന അലക്സാണ്ടറിന്റെ മഹത്വം ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ. അശ്വം, അതാണ് ഞാൻ. കഴുതയ്ക്ക് അങ്ങനെയൊന്നും പറയാനില്ല. ഏതെങ്കിലും ചരിത്രത്തില് എപ്പോഴെങ്കിലും വീരശൂര പരാക്രമികളായ രാജാക്കന്മാരൊന്നും ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കഴുതപ്പുറത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് കഴുതയ്ക്ക് അതൊന്നും പറയാനില്ല. എങ്കിലും കഴുത ഒന്ന് ഓർത്തു, പണ്ട് ഞാൻ എന്റെ യജമാനന്റെ മുറ്റത്ത് എന്റെ കുഞ്ഞുമായിട്ട് നിൽക്കുകയായിരുന്നു. എന്റെ കുഞ്ഞിനെ നക്കിത്തോർത്തിക്കൊണ്ട് ഞാൻ നിൽക്കുക. അപ്പോഴുണ്ട് രണ്ടുപേര് യജമാനനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ രണ്ടുപേര് യജമാനനോട് പറയുന്നത് ഞാൻ കേട്ടു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഗുരുവിന് ഈ കഴുതയെയും കുട്ടിയെയും ആവശ്യമുണ്ട്. യജമാനൻ ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ ആ രണ്ടുപേരുടെയും കൂട്ടത്തിലേക്ക് വിട്ടുകൊടുത്തു. ഈ രണ്ടുപേരും ഞങ്ങളെ കൊണ്ടുപോയി വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യേ ഞങ്ങളെ നിർത്തി. കഴുത പറഞ്ഞു, എന്റെ പുറത്ത് അവര് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ വിരിച്ചു. അല്പസമയം കഴിയുമ്പോ വലിയൊരു ദിവ്യനായിട്ടുള്ള മനുഷ്യൻ എന്റെ പുറത്ത് കയറി. ആളുകൾ ആർത്തിരമ്പി, ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് പറഞ്ഞ് ആർത്തിരമ്പി. ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നു. ഇത് എന്റെ തലയിലുണ്ട്. കഴുത അശ്വത്തിനോട് ചോദിച്ചു, അലക്സാണ്ടർ ചക്രവർത്തി ചിലപ്പോ ലോകം മറന്നു കാണും. നിന്നെയും ഓർക്കുന്നവര് പലരും ഉണ്ടാവില്ല. എങ്കിലും എന്റെ പുറത്ത് കയറിയവനെ ഓർക്കുന്ന ഇന്ന് ലോകത്തിൽ ഒരുപാട് പേരുണ്ട്. സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്തിലെ ഒരു ദിവസമെങ്കിലും അവരെന്നെയും ഓർക്കും. അത് കനിഷ്ഠമാണ്. അതാണ് ഓശാന ഞായർ. അവരെന്നെയും ഓർക്കും, എന്റെ കുട്ടിയെയും ഓർക്കും. കാര്യം ശരിയാ. ഒരു മനുഷ്യനെ അവഹേളിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു വാചകം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ കഴുത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ത്രിപുടിയായി. A+ മാർക്ക് കിട്ടി. കഴുത എന്ന് പറയുമ്പോ അവഹേളനത്തിന്റെയും അപമാനത്തിന്റെയും കാര്യപ്രാപ്തി കുറവിന്റെയും ഉദാഹരണമാണ് കഴുത. മരക്കഴുത എന്ന് വിളിച്ചാ വിശേഷായി. ഈ കഴുത കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഓർക്കപ്പെടുന്നു. കഴുത അന്ന് ഓർത്തിട്ട് അശ്വത്തിനോട് പറഞ്ഞതാ, എന്തിനാ ഞാൻ ഈ കഴുതയുടെയും കുതിരയുടെയും കഥ നിങ്ങളോട് പറഞ്ഞത്? ഇന്നലെ ഈ സുവിശേഷം എനിക്കായിട്ട് വായിച്ചു തന്നപ്പോ എന്റെ മനസ്സിലേക്ക് കയറി വന്ന ഒരു ചിന്ത, ഈ സുവിശേഷത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാ ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് വ്യക്തികൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യക്ഷത്തിൽ തോന്നും കുതിര മാതിരി തല ഉയർത്തി നിൽക്കുന്ന യോഹന്നാൻ, പ്രത്യക്ഷത്തിൽ തോന്നും തല താഴ്ത്തി നിൽക്കുന്ന യേശുക്രിസ്തു. പക്ഷേ സമയം കഴിഞ്ഞപ്പോ കുതിര കഴുതയാകുന്നു, കഴുത കുതിരയാകുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുന്നത്, പക്ഷെ കുതിരയെ കഴുതയാക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. കഴുതയെ കുതിരയാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ഇന്നത്തെ സുവിശേഷം. കുതിര കഴുതയാകുന്നു, കഴുത കുതിരയാകുന്നു. ഇതിന്റെ ശരിയായിട്ടുള്ള ചിത്രം സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായ രീതിയിൽ സംശീകരിക്കാൻ അല്പം ശ്രമിക്കാം. വിശുദ്ധ നാട്ടിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള നദിയാണ് യോർദാൻ നദി. ആ തീരത്ത് ശ്രദ്ധേയനായിട്ടുള്ള ഒരു മനുഷ്യൻ വലിയ ശക്തമായ ഒരു പ്രഭാഷണ വേദി ഒരുക്കിയിരിക്കുന്നു. ആ മനുഷ്യൻ ആ നാട്ടിൽ അറിയപ്പെടുന്നവനാണ്. ആ നാട്ടിൽ മാത്രമല്ല, രാജാവിന്റെ മുമ്പിൽ പോലും ആദരണീയനാണ് ആ മനുഷ്യൻ. പഴുപഴുത്ത ഗംഭീര ശബ്ദം. അവന്റെ പേരാണ് യോഹന്നാൻ മാംദാന. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വരുന്ന
അടർന്നു വീഴുന്ന ശബ്ദ തരംഗങ്ങൾ മനുഷ്യഹൃദയങ്ങളെ പിടിച്ചുണർത്താൻ സാധിക്കുന്നതുകൊണ്ട് ആയിരങ്ങൾ അദ്ദേഹത്തെ ശ്രവിക്കാൻ വേണ്ടി ആ നദീതട്ടിൽ ഓടിക്കൂടുന്നു. അദ്ദേഹമാണ് ജനനേതാവായിട്ടുള്ള യോഹന്നാൻ മാംദാന. യേശുക്രിസ്തുവാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. പ്രവാചകരിൽ മുഖ്യനായിട്ടുള്ള ഏലിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അത്രയും നിറഞ്ഞ വ്യക്തിത്വം, ഉദാത്തമായിട്ടുള്ള മാതൃക, സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനനേതാവ്, ആയിരങ്ങൾ ഓടിക്കൂടുന്നു. സമൂഹം ആദരിക്കുന്ന അതികായകൻ. ആ നദിയുടെ അടുത്ത് തന്നെ മറ്റൊരു തട്ടകം ഉയർന്നിരിക്കുന്നു. അവിടെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, ഒന്നും സ്വയമായിട്ട് അവകാശപ്പെടാനില്ലാത്ത ഒരു യുവാവ്, ചെറുപ്പക്കാരൻ, ഏതാണ്ട് 30 വയസ്സ് കഷ്ടിച്ച് പ്രായം തോന്നും. ഒരു ചെറുപ്പക്കാരനും അവിടെ ഒരു പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ നാടാരും കണ്ടിട്ടില്ല. നാട്ടുകാർക്കും ഈ ചെറുപ്പക്കാരനെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ മൈക്കിന്റെ, അന്ന് മൈക്കില്ല, ഇന്നിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശബ്ദങ്ങൾ കേട്ടപ്പോ കുറച്ച് ആളുകൾ ഈയലുമാതിരി അവിടെ ഓടിക്കൂടി. പൊതുജനം കഴുതയല്ലേ, അങ്ങനെ കഴുതകൾ അവിടെ ഓടിക്കൂടി. വായി തുറന്ന് കുറച്ച് പേര് അവിടെയും കേട്ടു. അങ്ങനെ ഒരു ദിവസം യോഹന്നാന്റെ പ്രസംഗ പരമ്പര ശ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകള്, ആരും അറിയപ്പെടാത്ത ഒരു യുവാവ് പ്രഭാഷണം നടന്നു. ഇവിടെ പരുഷ ഗംഭീരമായിട്ടുള്ള ഒരു ആകാരമല്ല, ശാന്തഗംഭീരമായിട്ടുള്ള ഒരു ആകാരം. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ആ ദിവ്യമായ വചസ്സുകള് മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ആളുകൾ ചിലരൊക്കെ ഓടിക്കൂടുന്നു. 2 തട്ടകങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളും അടുത്ത് തന്നെ ഈ ചെറിയ അറിയപ്പെടാത്ത യുവാവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന ആ കൂട്ടത്തിലുള്ള ചിലരും കൂടി ഉറക്കാശപിച്ചു. ഒന്നും തള്ളുമായി. ആകെ പ്രശ്നം. ഈ പ്രശ്നം നമുക്ക് മുതലെടുക്കാം എന്നുള്ള ധാരണയോട് കൂടി തന്നെ എന്ന് കരുതട്ടെ. യോഹന്നാൻ അല്ലെങ്കിൽ അനുയായികളും ശിഷ്യന്മാരുമായിട്ടുള്ള ബഹുസഹസ്രം ജനങ്ങള് യോഹന്നാന്റെ നിഴലായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളും കൂടി യോഹന്നാന്റെ അടുത്ത് ഇത് എത്തിക്കുന്നു. ഈ പ്രശ്നം ഗുരു, ഇതാ അവിടെ തൊട്ടടുത്ത് വേറൊരാള് നിനക്ക് വെല്ലുവിളി എന്ന രീതിയിൽ തന്നെ ആയിത്തീരുവോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തില് ഒരാള് പ്രസംഗ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. പലരും അങ്ങോട്ടാ പോകുന്നത്. നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഇതാണ് യോഹന്നാന്റെ അടുത്ത് എത്തിയ ആ ദൂത്. പച്ചയായിട്ടുള്ള മനുഷ്യന് ആണെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ യോഹന്നാൻ പെരുമാറേണ്ടത് നമുക്കറിയാം. എങ്ങനെയാ യോഹന്നാൻ പെരുമാറുക? അങ്ങനെ ഒരുത്തൻ അവിടെ വന്നു. ആരെവിടെ? ചക്രവർത്തിയാണെങ്കിൽ, സാധാരണ ജനനേതാവാണെങ്കിൽ കടുത്ത നടപടികള് കർശനമായിട്ടെടുക്കും. എന്നല്ല, നാളെ മുതല് ഒറ്റ മനുഷ്യൻ എന്റെ ഈ തട്ടകം വിട്ട് മറ്റേ വേദിയിലേക്ക് പോകില്ല. അങ്ങനെ അന്ന് സൂര്യൻ ഉദിക്കില്ല. അതിന് വേണ്ട കടുത്ത നടപടികൾ കർശനമായിട്ടെടുക്കും. ഇതാണ് പച്ചയായ മനുഷ്യൻ പ്രഗത്ഭനായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന തീരുമാനം. പക്ഷെ യോഹന്നാൻ ഈ ദൂത് കേട്ടപ്പോ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവരിലും ഉപരിയാണ്. ഭൂമിയിൽ നിന്ന് വന്നവൻ ഭൂമിയുടെ കാര്യങ്ങൾ പറയുന്നു. അവൻ അതിൽ തന്നെ പറഞ്ഞാൽ തറയാണ്, തറ. അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് വന്നവനാണ്. അവനാണ് ശ്രേഷ്ഠൻ, ഞാൻ അധമനാണ്. അവനാണ് വലിയവൻ, ഞാൻ ചെറിയവനാണ്. അവനെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്നെ അല്ല. എന്റെ ദൗത്യം അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന് മാത്രം. ഇതാ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ദൗത്യം പൂർണ്ണമായി. ഞാൻ പുറകോട്ട് പിന്തിരിയേണ്ടിയിരിക്കുന്നു. സമയം സമാഗതമായി. ഇന്നത്തെ വിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവനെ കൽത്തുറങ്കിൽ അടച്ചിരുന്നില്ല അതുവരെ എന്ന്. യോഹന്നാനാണിത് എഴുതുന്നത്, സുവിശേഷകനായ യോഹന്നാൻ. ഞാൻ പുറകോട്ട് വലിയേണ്ടിയിരിക്കുന്നു. അധികം താമസിക്കാതെ യോഹന്നാൻ വലിഞ്ഞു, കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടു, ഉടലും ശിരസും ഭേദിക്കപ്പെട്ടു. യോഹന്നാന്റെ അന്ത്യം. എത്ര ഉദാത്തമായിട്ടുള്ളൊരു രീതി, എത്രയോ വിശിഷ്ടമായിട്ടുള്ള ഒരു വർത്തന രീതി. സാധാരണ രീതിയിലെ അങ്ങനെ സമൂഹത്തിൽ വളരെ
വിലപ്പെട്ട സേവനം ചെയ്യുന്നു എന്ന് സ്വയമായിട്ടും മറ്റുള്ളവരും പരക്കി അംഗീകരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു വെല്ലുവിളി എന്ന രീതിയിൽ അതേ സമൂഹത്തിൽ തന്നെ പൊങ്ങി വരുന്ന ആ മനുഷ്യനോട് പകയാണ് ഉണ്ടാകേണ്ടത്, അസൂയയാണ് ഉണ്ടാകേണ്ടത്. അവനെ ഒറ്റയടി നിലം പരിശാക്കുകയാണ് മലയാളികളായിട്ടുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ മലയാളി അല്ലല്ലോ യോഹന്നാൻ മാംദാന്. അവൻ പാലസ്തീനക്കാരനല്ലേ? പാലസ്തീനക്കാരും അടിക്കാൻ മിടുക്കന്മാരുണ്ട്. അതുകൊണ്ടല്ലേ യേശു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ വന്നത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് വന്ന ആളുകളുടെ കണ്ണു തള്ളിപ്പോകത്തക്ക വിധത്തിലാണ് യോഹന്നാന്റെ സംസാരം. ഇതാണ് കുതിര കഴുതയാകുന്ന രംഗം. അതോടുകൂടി ആ കഴുത കുതിരയാകുന്നു. യേശുക്രിസ്തു രംഗത്തിൽ നിറഞ്ഞു വരികയാണ്. യേശുക്രിസ്തുവിനെ രംഗത്തിൽ നിറച്ചു വരുത്താൻ വേണ്ടിയുള്ള ദൗത്യമായിരുന്നു യോഹന്നാന്. ഇതാണ് സാക്ഷാൽ മനുഷ്യത്വം. ഇതാണ് മനുഷ്യന്റെ മഹത്വം. സൂയ കുത്തുന്നതല്ല, ഏഷ്ണി ഉണ്ടാക്കുന്നതല്ല, അപരനെ തറപറ്റിക്കുന്നതല്ല, അപരനെ ഉയർത്തുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് യോഹന്നാൻ അങ്ങനെ ചെയ്തു, യേശുക്രിസ്തു ഇങ്ങനെയും ചെയ്തു. ഇതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? നമുക്ക് കാര്യമുണ്ട് മക്കളെ. നമ്മൾ ഒന്ന് കണ്ടുപിടിക്കണം, യോഹന്നാന് ഇത് എങ്ങനെ സാധിച്ചു? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു മനുഷ്യനായിട്ടുള്ള യോഹന്നാന് ഇങ്ങനെ ആ ജനങ്ങളോട് പെരുമാറാൻ, ഇങ്ങനെ തന്റെ അടുത്തേക്ക് വന്ന ആ ദൂത് ആയിട്ട് വന്ന ആ ജനങ്ങളോട് ഇത്രയും വിശേഷമായ രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ യോഹന്നാന് കഴിവ് കിട്ടി? ഇതാണ്, ഇതിന്റെ സൂത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ പൊരുളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിന്റെ പൊരുളാണ് ജീവിതത്തിന്റെ ബന്ധിയായിട്ട് നമ്മൾ തീർക്കേണ്ടത്. ഇതാണ് ഈ സുവിശേഷത്തിന്റെ ഗുണപാഠം. എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളിൽ യോഹന്നാൻ ശ്രദ്ധാലുവായിരുന്നു. ഒന്ന്, സ്വയം അവബോധം. ഞാൻ ആരാ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ യോഹന്നാനുണ്ട്. ഊതി വീർപ്പിച്ച വ്യക്തിത്വമല്ല യോഹന്നാന്റേത്. കലശലായിട്ട് ഞാൻ വലിയ ആളാണ് തന്നെ പറയുന്ന ഒരു വ്യക്തിത്വമല്ല യോഹന്നാന്റേത്. യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയല്ല, ഞാൻ പ്രവാചകനേ അല്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം. കാട്ടിൽ വിളിച്ചു പറയുന്ന സ്വരത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമായിരുന്നു. കാട്ടിലെ ജീവികളെങ്കിലും കേൾക്കും, അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കാൻ ഇടവരുന്ന ആദിവാസികളെങ്കിലും അത് കേൾക്കും. മരുഭൂമിയിലുണ്ടോ ജീവി? മരുഭൂമിയിലുണ്ടോ മനുഷ്യൻ? അങ്ങനെ ഒരു ഉപകാരമില്ല എന്ന് പ്രത്യക്ഷത്തിന് തോന്നാവുന്ന ഒരു സ്വരം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം മാത്രമേ ഞാനുള്ളൂ. അവനവനെ പറ്റിയിട്ടുള്ള അവബോധം കണ്ടു. ഈ അവബോധത്തിലാണ് യോഹന്നാന്റെ നിലനിൽപ്പ്. ഞാൻ അതിൽ കൂടുതലൊന്നുമല്ല. സത്യത്തിൽ പറഞ്ഞാൽ ഇത് വലിയൊരു വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ സ്ഥിതി എന്ത്? നമ്മൾ ആരാ? നമ്മൾ എവിടുന്ന് വന്നു? ഇപ്പൊ എന്താ? എവിടേക്കാണ് നമ്മൾ പോണ്ടേ? ഈ ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മാർഗഭ്രംശം പറ്റുമോ? നമുക്ക് വഴി തെറ്റുമോ? നമ്മുടെ സംസാര ശൈലിയിൽ വ്യത്യാസം വരില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസം വരും. സംസാരത്തിൽ മാത്രമോ, പ്രവർത്തനത്തിൽ മുഴുവനും, വ്യക്തിത്വത്തിൽ ആകമാനം വ്യത്യാസം വരും. പണ്ടത്തെ നാടകങ്ങളിലെ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു ഡയലോഗ് ഞാൻ നടത്തിയത് തന്നെ ഞാൻ ഓർക്കുകയാണ്. ബാലനായിരിക്കുന്ന അവസരത്തില് ഞാനൊരു നാടകത്തിലെ ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടാൽ വലിയ ഗൗരവക്കാരനാണെന്നാണ് തോന്നാന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഹാസ്യ നടനായിരുന്നു മക്കളെ, ഹാസ്യ നടൻ. എന്റെ ഉള്ളിലുള്ള ഹാസ്യം ഇപ്പോഴും എനിക്ക് ഉണ്ട്, ഉള്ളിൽ ഞാൻ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ മുഖത്ത് വലിയ ഗൗരവമാകട്ടോ. അന്ന് മുഖത്തും അങ്ങനെയല്ലായിരുന്നു എന്നാണ് എന്റെ ധാരണ. അങ്ങനെ ഒരു നാടകത്തിൽ ഞാൻ പങ്കെടുക്കുക, ഒരു വേലക്കാരനായിട്ടാണ്, ഹാസ്യ നടൻ. ഞാൻ ഓർക്കുന്നു എന്റെ ബാല്യകാലത്തിലെ ഒരു അച്ഛന്റെ വേലക്കാരനാണ് ഞാൻ. അന്ന് CL ജോസിന്റെ ആദ്യത്തെ നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ രംഗങ്ങളിൽ അച്ഛനും കപ്പിയാരല്ലേ അന്ന് ഏറ്റവും വിശേഷമുള്ളത്. അപ്പൊ ഒരു അച്ഛന്റെ വേലക്കാരൻ, എന്തോ ഒരു അക്രമം ഞാൻ ചെയ്തു, ഓർക്കുന്നില്ല. അച്ഛൻ എന്നെ വിളിച്ചിട്ട് ശകാരിച്ചു. ചെറിയൊരു ശിക്ഷ മാതിരി തരുന്ന രീതിയിലൊക്കെ നാടകത്തിലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുക, ഡയലോഗ് ഫിറ്റ് ചെയ്യുക, അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിച്ചാൽ മതി. എന്തെന്നപ്പോ പറയണേ? അച്ഛൻ എന്നെ വേലക്കാരനാക്കിയിട്ടാ വെച്ചിരിക്കുന്നേ. സത്യത്തിൽ പറഞ്ഞ കാശ് തരുന്ന അച്ഛനാ, ഞാൻ ശമ്പളക്കാരൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞോണം ജീവിക്കേണ്ട ഞാൻ പറയുക, നാടകത്തില് ഡയലോഗ് സെറ്റ് ചെയ്യാണ്, അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന്. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രതിഭാസം. ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞു, അതിന്റെ മണ്ടത്തരം എനിക്ക് ഇന്ന് മനസ്സിലാവണു. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ?
പറയുന്നുണ്ട്. മനസ്സിലാക്കണം, ഈ നാടകത്തിലെ ഡയലോഗ് അല്ലെങ്കിൽ തന്നെ വേറെ തരത്തിലുള്ള ഡയലോഗുകൾ നമ്മുടെ ജീവിതത്തിലൂടെ അറിയാതെ വരികയാണ്. നമ്മുടെ അവബോധം നമ്മൾ ആരാണ് എന്ന് വ്യക്തമായ ധാരണയില്ലാതെ വരുമ്പോ നമ്മുടെ വർത്തമാനത്തിൽ കൂടി, നമ്മുടെ ജീവിതത്തിൽ കൂടിയും, നമ്മുടെ അസ്തിത്വത്തിൽ കൂടിയും അത് പ്രസരിക്കുക. അപ്പൊ യോഹന്നാൻ ആദ്യം ഉണ്ടായത് സ്വയമായിട്ടുള്ള ഒരു അവബോധം, ഞാൻ ആരാ, ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് പലതരത്തിൽ ഓരോരുത്തരും തനിച്ച് കണ്ടുപിടിക്കണം. ഇതിനാണ് അവരുടെ ആധ്യാത്മിക ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട രംഗങ്ങള്. പ്രാർത്ഥനകളാകട്ടെ, ധ്യാനങ്ങളാകട്ടെ, തപസ്സാകട്ടെ, പ്രായശ്ചിത്തമാകട്ടെ, കുർബാനയാകട്ടെ, കുമ്പസാരമാകട്ടെ, സ്വയം അവബോധത്തിലേക്ക് മനുഷ്യനെ വളർത്തണം, നാം കണ്ടുപിടിക്കണം. യോഹന്നാൻ അത് കണ്ടുപിടിച്ചതുകൊണ്ട് താളം തെറ്റിയില്ല. രണ്ടാമത്തെ കാര്യം യോഹന്നാൻ ചെയ്തത്, പരിമിതികളെ സംബന്ധിച്ചുള്ള തികഞ്ഞ അവബോധം യോഹന്നാൻ ഉണ്ടായി. യോഹന്നാൻ പറയുക, എനിക്ക് മണവാട്ടിയില്ല, മണവാട്ടിയില്ലാത്ത മനുഷ്യനാ ഞാൻ. ദാ അപ്പുറത്തുള്ളവൻ മണവാട്ടിയുള്ളവൻ മണവാളനാ, എനിക്കില്ല. ഇല്ലാത്തുണ്ടെന്ന് എന്തെന്നാ പറയണേ? ബിബ്ലിക്കലായിട്ടുള്ളൊരു കൊണോട്ടേഷൻ എന്ന് വെച്ചാൽ എനിക്ക് അതിന് കഴിവില്ല, എന്നെ അതിന് ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, അതല്ല എന്റെ ചുമതല, ഞാൻ ഇന്ന ആളാ, ഞാൻ ചെയ്യേണ്ട ജോലി ഇതാ, മറിച്ചല്ല. എന്റെ പരിമിതികള്, ഈ പരിമിതികൾ പല തരത്തിലുണ്ടാകാം. ആരോഗ്യത്തിന്റെ പ്രശ്നം ഉണ്ടാകാം, കഴിവിന്റെ പ്രശ്നം ഉണ്ടാകാം, സ്വാധീനത്തിന്റെ പ്രശ്നം ഉണ്ടാകാം, ഒക്കെ പരിമിതികളാ. എന്റെ പരിമിതികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കണം, അതിനനുസരിച്ചായിരിക്കണം എന്റെ നീക്കങ്ങള്, അല്ലെങ്കിൽ ഞാൻ താളം തെറ്റും. യോഹന്നാൻ അങ്ങനെ നീങ്ങിയില്ല. എത്ര കണ്ട് ആരാധനാ വൃന്ദങ്ങൾ ചുറ്റും കൂടിയാലും, ഉപചാര വൃന്ദങ്ങൾ ചുറ്റും കൂടിയിട്ടും സ്വയം പരിമിതിയെ സംബന്ധിച്ച് തികഞ്ഞ അവബോധമുള്ളൊരു വ്യക്തിയായിരുന്നു യോഹന്നാൻ മാംദാന. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആധികാരികത കൂടുന്നതായിട്ട് കാണാം, വ്യക്തിത്വത്തിന്റെ ആധികാരികത കൂടുന്നതായിട്ട് കാണാം. ഇതായിരുന്നു കാതലായിട്ട് യോഹന്നാൻ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘടന. യോഹന്നാന്റെ ജീവിതത്തിലെ സ്വയമായിട്ടുള്ള പരിമിതികളെ സംബന്ധിച്ചുള്ള അവബോധം യോഹന്നാൻ വളർത്തിയെടുത്തു ചെറുപ്പം മുതലേ. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു യോഹന്നാൻ. ഏകമകൻ, സാമാന്യം ജീവിക്കാവുന്ന ഒരു കുടുംബ പശ്ചാത്തലം, ആണും പെണ്ണുമായിട്ട് ഏകമകൻ. അപ്പൊ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ, നല്ലൊരു രാജകുമാരനെ പോലെ ജീവിക്കാവുന്ന ഒരു ചുറ്റുപാടിലാണ് യോഹന്നാൻ മാംദാന വളർന്നത്. എങ്കിലും സ്വയമായിട്ട് പണിപ്പെട്ട് വളർത്തിയെടുത്തതാണ് ഈ സ്വയം പരിമിതികളെ സംബന്ധിച്ചിടത്തുള്ള അവബോധം. അതുകൊണ്ടാണ് യോഹന്നാന്റെ വാക്കുകളിൽ അത് നിഴലിക്കുന്നത്. ഞാൻ ഇന്ന മനുഷ്യന്, എന്റെ ദൗത്യം ഇതാ, മറിച്ചല്ല. മൂന്നാമത്തെ കാര്യം, അപരനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്. ഇവിടെ യോഹന്നാന്റെ അപരൻ യേശുക്രിസ്തുവായിരുന്നു. നമ്മൾ വിചാരിക്കും യേശുക്രിസ്തു അങ്ങ് ലോകരക്ഷകൻ, യോഹന്നാൻ ഉത്ഭവഭാവം പോലും ഇല്ലാതെ ജനിച്ചവൻ. ഇങ്ങനെയുള്ള അവബോധമൊന്നും അന്ന് അവർക്കില്ല. ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിലും അബദ്ധം. ഒരു മനുഷ്യൻ. നമുക്കൊന്ന് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അവബോധം യോഹന്നാൻ അന്നുണ്ടായിരുന്നു എല്ലാ തികവിലും എന്ന് വിചാരിക്കുന്നത് അബദ്ധം. സ്വയമായിട്ടുള്ള ആ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വേറൊരു അപരൻ. കാര്യം ഒരു ചാർച്ചക്കാരനാണ്, ബന്ധു. അതിൽ തന്നെ പറഞ്ഞാൽ എന്റെ അനുജൻ ആയിട്ട് വരും, അവൻ ഇത്ര വലിയ കേമനൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ചേട്ടനാണ് സാധാരണ രീതിയിൽ രംഗത്ത് വരിക. പക്ഷെ ഈ ചേട്ടൻ അനുജനെ അകമഴിഞ്ഞ് അംഗീകരിക്കുക എന്ന് തന്നെയല്ല, അനുജന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല ഈ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ. സത്യം, അത് വെറുതെ വാചകങ്ങൾ ഡയലോഗ് ഫിറ്റ് ചെയ്യുന്നതല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം ഇങ്ങനെ വരില്ലല്ലോ ആയിരുന്നല്ലോ. ഈ മൂന്ന് കാര്യങ്ങൾ യോഹന്നാൻ ചെറുപ്പം മുതലേ വളർത്തിയെടുത്തതുകൊണ്ട് വലുപ്പത്തിൽ വന്നപ്പോ അത് പ്രകാശിപ്പിക്കാൻ വിഷമം വന്നില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഇത് വളർത്തിയെടുക്കേണ്ട മൂന്ന് യാഥാർത്ഥ്യങ്ങളാണ്. ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ വളർത്തിയെടുക്കുന്ന വ്യക്തിയിലെ എന്തുണ്ടാകും? ഒരു വിനീത ഭാവം ഉണ്ടാകും. കുതിര കഴുതിയായിട്ട് തല താത്തി നിൽക്കണമെന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ കാര്യം. വിനീത ഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ക്ഷമയുസ്തൂനായിട്ട് നിൽക്കണം, തൂണുമ പുണ്യാളനായിട്ട് നിൽക്കണം എന്നൊന്നും അല്ല ഈ പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ ധീര യോദ്ധാവായിട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ആണത്വത്തിലും പുരുഷത്വത്തിലും ഒട്ടും പുറകിലല്ല. ഗീവർഗീസ് പട്ടാളക്കാരന് ആളിങ്ങനെ അടിയും കുറയും വെച്ചിട്ട് നിൽക്കണ മനുഷ്യനൊന്നുമല്ല. അവരും വിശുദ്ധി നേടിയവരാ. വിനീത ഭാവം
ഭാവം എന്ന് പറയുമ്പോ നമ്മുടെ ഭാവനയിലുള്ളത് ആകെ ഒരു ഈ കഴുതയുടെ രൂപം എടുക്കണമെന്നല്ല. സത്യത്തിന്റെ പ്രകാശനമാണ് വിനീതഭാവം. സത്യത്തെ നിഷേധിക്കുന്ന സമയത്ത് ഗർജിക്കണം. അതാണ് ഈ വിനീതഭാവം ഉൾക്കൊണ്ട യോഹന്നാൻ ചക്രവർത്തിയുടെ മുമ്പാകെ നിന്ന് ഗർജിച്ചത്. അതാണ് കഴുത കുതിരയാകണത്. വിനീതഭാവം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാണ്ട് ആരും പറയുന്നത് കേട്ടിട്ട് നടക്കുന്നതല്ല വിനീതഭാവം. അവനവന്റെ സ്ഥിതി മനസ്സിലാക്കണം, അവനവന്റെ പരിമിതികൾ മനസ്സിലാക്കണം, സാധിക്കുന്ന രീതിയിൽ ഉചിതമായ രീതിയിൽ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ചെയ്യാൻ സാധിക്കുക. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സത്യത്തിന്റെ ഭാവം, അതാണ് വിനീതഭാവം. എന്നാൽ അസത്യമായിട്ട് സമൂഹത്തിലോ രംഗത്തോ നടക്കുമ്പോ പ്രതികരിക്കാൻ സാധിക്കണം. വിനീതഭാവത്തിന്റെ എക്സ്പ്രഷനാണത്. അടിച്ചാൽ മറുകരണം പോലും കാണിച്ചു കൊടുക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു വിനീതഭാവത്തിന്റെ അവതാരമാണ്. ഈ അവതാര പുരുഷൻ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കപ്പെട്ട് പടയാളികള് അടിച്ചപ്പോ യേശു ക്രിസ്തു ചോദിക്കുന്നു, എന്തിന് എന്നെ അടിച്ചു? ഞാൻ ചെയ്ത കുറ്റം എന്താണ്? കുറ്റം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് എന്നെ അടിച്ചു? വിനീതഭാവത്തിന്റെ പ്രകടനം നമ്മൾ മറക്കരുത്. അത് അഹങ്കാരമല്ല. വിനീതഭാവം സത്യത്തിന്റെ ഭാവമാണ്. പുണ്യത്തിന്റെ പൂച്ചന്റെ ഭാവമല്ല ഇത്. അത് ഒരു പൂച്ച അല്ല. അത് മുഖം മൂടിയല്ല. മുഖം മൂടി ധരിക്കാനാണ് ഇന്ന് സഭയിലെ ആളുകൾക്ക് ആവേശം. പിച്ചിച്ചിന്റെ കീറപ്പെടുവത് സത്യത്തിന്റെ ഭാവമാണ് വിനീതഭാവം. അങ്ങനെ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട് സത്യത്തിൽ സ്വയമായിട്ടുള്ള അവബോധത്തിൽ വളർന്ന, അവനവന്റെ പരിമിതികളെ പറ്റി തികഞ്ഞ അവബോധത്തിൽ വളർന്ന, ഉചിതമായ രീതിയിൽ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സോടുകൂടി വളർന്ന യോഹന്നാൻ നമ്മുടെ മുമ്പിലുള്ള ആദർശ പുരുഷനായിട്ട് നിലകൊള്ളുന്നു.